നടി തമന്നയുടെ ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ ഓഫ് സ്ക്രീൻ ജീവിതവും വാർത്തകളിൽ എപ്പോഴും ഇടം നേടാറുണ്ട്. അതേസമയം തന്റെ കരിയറിൽ ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും തമന്നയ്ക്ക് ഒരു സമയത്ത് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. സിനിമയിൽ നിന്ന് മോശാനുഭവങ്ങളും തമന്നയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ തമന്നയ്ക്ക് ഒരു സംവിധായകനിൽ നിന്നും കരണത്തടി കിട്ടിയ പോലെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. തമന്നയുടെ കരിയറിന്റെ തുടക്കകാലത്തായിരുന്നു ആ സംഭവം. സംവിധായകൻ ആവശ്യപ്പെട്ട ഭാവം മുഖത്ത് കൊണ്ടുവരാൻ തമന്നയ്ക്ക് സാധിച്ചിരുന്നില്ല. പലവട്ടം റേക്ക് ടേക്ക് പോയിട്ടും തമന്നയുടെ അഭിനയം ശരിയായി വന്നില്ലായിരുന്നു. ഇതോടെ സംവിധായകന്റെ നിയന്ത്രണം നഷ്ടമാവുകയും അദ്ദേഹം തമന്നയുടെ കരണത്തടിക്കുകയുമായിരുന്നു. കണ്ടു നിന്നവരെയെല്ലാം ഞെട്ടിച്ചതായിരുന്നു ആ സംഭവം. എന്നാൽ തമന്ന സംവിധായകന്റെ അടിയിൽ യാതൊരു പ്രതികരണം പോലും നടത്തിയില്ല എന്നതാണ് വസ്തുത. തല്ലുകിട്ടിയിട്ടും തമന്ന അനങ്ങിയില്ല. തന്നെ തല്ലിയ സംവിധായകൻ തമന്നയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ഇരുവരും മുമ്പ് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തമന്ന അന്ന് ഒന്നും മിണ്ടാതെ തന്റെ രംഗം അഭിനയിച്ചു തീർത്ത് പോവുകയായിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കലും തമന്ന ആ സംവിധായകനൊപ്പം സിനിമ ചെയ്തിട്ടില്ല. ബിഗ് സ്ക്രീനിൽ പുറമെ OTT-യിലും തമന്ന ഇന്ന് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നിരവധി സൂപ്പർ ഹിറ്റ് സീരീസുകളിൽ തമന്ന അഭിനയിക്കുകയും കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട്. അഭിനയത്തിനു പുറമെ തമന്നയുടെ വ്യക്തി ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. തമന്നയും നടൻ വിജയ് വർമ്മയും പ്രണയത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും അടുത്തിടെ പ്രചരിച്ചിരുന്നു. ലെസ് സ്റ്റോറീസ് 2-ൽ അഭിനയിക്കുന്നതിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. അധികം വൈകാതെ ഇരുവരും വിവാഹം കഴിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഏറ്റവും അടുത്ത് തമന്ന മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ദിലീപ് നായകനായ ബാന്ദ്രയിലൂടെയായിരുന്നു തമന്നയുടെ മലയാളത്തിലേക്കുള്ള എൻട്രി. പക്ഷെ സിനിമ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല. ബാന്ദ്ര സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അടുത്തിടെ കേരളത്തിലും നടി എത്തിയിരുന്നു. ഇനിയും തനിക്ക് മലയാളം സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും നടിയെന്ന് വ്യക്തമാക്കിയിരുന്നു. ജോൺ എബ്രഹാമിനൊപ്പം അഭിനയിക്കുന്ന വേദ, സ്ത്രീ 2, ഒട്ടേല 2 എന്നീ സിനിമകളാണ് തമന്നയുടേതായി അണിയറയിലുള്ളത്. മലയാളം ചിത്രം ബാന്ദ്രയാണ് തമന്നയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ആക്രി സച്ച് ആണ് തമന്നയുടെ ഒടുവിൽ ഇറങ്ങിയ വെബ് സീരീസ്. തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലുമെല്ലാം നിറസാന്നിധ്യമാണ് തമന്ന. മുംബൈക്കാരിയായ തമന്നയുടെ കരിയർ ആരംഭിക്കുന്നത് ബോളിവുഡിലൂടെയാണ്. എന്നാൽ ആദ്യ സിനിമ പരാജയപ്പെട്ടു. ഇതോടെ തമന്ന തെന്നിന്ത്യൻ സിനിമയിലേക്ക് കടന്നു വരികയായിരുന്നു. ആ തീരുമാനം ശരിയെന്ന് തെളിയിക്കുന്നതായിരുന്നു തമന്നയുടെ കരിയറിലെ വളർച്ച. അധികം വൈകാതെ തമിഴിലും തെലുങ്കിലുമെല്ലാം വലിയ നടിയായി മാറാൻ തമന്നയ്ക്ക് സാധിച്ചു. സൂപ്പർ ഹിറ്റുകളായി മാറിയ നിരവധി സിനിമകളിൽ നായികയായി തകർത്താടിയിട്ടുണ്ട്. ധാരാളം ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ച തമന്ന തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായി കൂടി മാറിയിരിക്കുകയാണ്. അടുത്തിടെ രജനീകാന്തിന്റെ ജയിലർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ കാവാലയ എന്ന ഐറ്റം സോങ്ങിലും തമന്ന തിളങ്ങിയിരുന്നു. തെന്നിന്ത്യൻ സിനിമയിലെ വിജയത്തിന് ശേഷമാണ് തമന്ന ബോളിവുഡിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നത്. ഇന്ന് ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമയിലുമെല്ലാം നിറസാന്നിധ്യമാണ് തമന്ന ഭാട്ടിയ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.